അമ്മേ, ഇനിയുള്ള നാളുകളിൽ നമ്മൾ മീനാക്ഷിയെ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാണുന്ന മീനാക്ഷി അല്ല അവൾ. അവൾ മറ്റാരൊക്കെയാണ്. കരുതൽ വേണോ അമ്മേ? മീനാക്ഷി, നേരം വയ്യല്ലോ. നാളെ പുലർച്ചയ്ക്ക് പോയാ പോരെ? പോരാ, അച്ഛനറിയാലോ, ഇന്ന് തന്നെ മടങ്ങിയില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും കലഹം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. ശരി അച്ഛ. മീനാക്ഷി, ഇവിടെ നടന്ന അത്ഭുതങ്ങളൊന്നും അവരോട് പറയരുത്. അവര് വരുമ്പോ പൂജ ചെയ്തുകൊണ്ടിരുന്നത് നീയല്ല, സാക്ഷാൽ പാർവതി ദേവിയായിരുന്നു എന്ന സത്യം അവരറിയരുത്. ഇല്ലച്ച, അവരോട് ഇത് പറഞ്ഞാൽ അവര് പരിഹസിച്ച് പൊട്ടിച്ചിരിക്കും. നിന്റെ മുടിഞ്ഞ തറവാട്ടിലാണോ പാർവതി ദേവി എഴുന്നള്ളുന്നത് എന്ന് ചോദിച്ച് അവരെന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. വേണ്ടച്ച, മഹാദേവനും ദേവിയും കുടികൊള്ളുന്ന ഭൂമിയിലെ കൈലാസമാണ് നമ്മുടെ തറവാടെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. പോയി വരാച്ച. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്ന പോലെ. നീ ആരാണ്? ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. ശങ്കരദാസിന്റെ മകൾ മീനാക്ഷി. ഇന്ന് വസ്ത്രം അലക്കാൻ നിന്നെ സഹായിച്ചത് ആരാണ്? ആരും സഹായിച്ചില്ല. പിന്നെ ഇത്രയേറെ വസ്ത്രങ്ങൾ പെട്ടെന്ന് അലക്കി തീർത്ത് തറവാട്ടിൽ പൂജയ്ക്ക് പോകാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നിനക്ക് എന്ത് അത്ഭുത ശക്തിയാണ് കൂട്ടിനുള്ളത്? നാവിറങ്ങിപ്പോയോ മൂദേവി? പറ, എന്ത് അത്ഭുത ശക്തി നിനക്കുള്ളത്? പറയടി. പറയാം. പാതിവൃത്തി ശക്തി. കറയേറ്റ പാതിവൃത്തി ശക്തിയാണ് മീനാക്ഷിക്ക് കൂട്ട്. നിങ്ങൾക്കറിയാമോ പാതിവൃത്യത്തിന്റെ മാഹാത്മ്യം? ശീലാവതി, സാവത്രി, സീതാദേവി തുടങ്ങിയ പതിവ്രതകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേൾക്കാനുള്ള ക്ഷമയുണ്ട് നിങ്ങൾക്ക്? പതിവ്രതയായ ശീലാവതി ശപിച്ചപ്പോൾ എത്ര സംവത്സരകാലം പ്രപഞ്ചത്തിൽ സൂര്യ ഉദിച്ചിട്ടില്ല അറിയാമോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ പതിവ്രതകളുടെ ഗണത്തിൽ ഞാൻ എന്നെ സ്വയം ഉൾപ്പെടുത്തുന്നില്ല. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വരലക്ഷ്മി പൂജ മുടക്കാൻ ഏത് ദുഷ്ടശക്തികൾ ശ്രമിച്ചാലും അത് നടക്കില്ല. വരലക്ഷ്മി പൂജയുടെ പ്രസാദമായ ഒരിറ്റു വറ്റ് കഴിക്കാൻ മനസ്സിൽ തോന്നണമെങ്കിൽ പുണ്യത്തിന്റെ ഒരു കണികയെങ്കിലും ഒപ്പം ഉണ്ടാവണം. നിങ്ങൾക്കില്ലാത്തതും അതാണല്ലോ. ഇവൾ സാധാരണക്കാരിയൊന്നുമല്ല. ഇന്നലെ വരെ എന്തു പറഞ്ഞാലും നാവനക്കാത്തവൾ ഇപ്പൊ നമ്മുടെ നേരെ നാവിട്ടടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നീ എന്താ മറുപടി ഒന്നും പറയാത്തത്? മറുപടി പറയാൻ നമുക്ക് കഥകൾ അറിയില്ലല്ലോ. അവളുടെ തല തെറിക്കാനുള്ള പതിവ്രത മാഹാത്മ്യം വിടില്ല ഞാൻ അവളെ. മുറച്ചിറക്കനുമായിട്ടുള്ള എന്റെ വിവാഹം മുടക്കി എന്റെ ജീവിതം തകർത്തവളെ തകർക്കാതെ വിശ്രമിക്കില്ല ഈ ശിവകാമി. ഓം
നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹാ മീനാക്ഷി, ഓം നമഃ ശിവായ. കുങ്കിലിയാർ നിത്യവും വന്ന് ധൂപപ്രസാദം നടത്തുന്നുണ്ട്. മീനാക്ഷി ക്ഷേത്രത്തിലിടയ്ക്കിടെ കാണാറുമില്ലല്ലോ. മീനാക്ഷിക്ക് തറവാട്ടിൽ പണിയൊഴിഞ്ഞിട്ട് നേരമില്ല. ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് അവളുടെ അമ്മായിയമ്മയും അവരുടെ മകളും. മീനാക്ഷിയുടെ ക്ഷേത്ര ദർശനം മുടക്കുന്നതിൽ അവർ പ്രത്യേക ആനന്ദം തന്നെ അനുഭവിക്കുന്നുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ നാം അറിയുന്നുണ്ട്. ക്ഷേത്രത്തിൽ വരാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കുങ്കിലാരി പറയുന്ന വിശേഷപ്പെട്ട കഥകൾ കേൾക്കാറുണ്ട് തിരുമേനി. ശിവപാദർക്ക് പാൽ ദാനം ചെയ്താലുള്ള പുണ്യം, ശീലാവതിയുടെ പതിവ്രത മാഹാത്മ്യം, അങ്ങനെ ഒട്ടേറെ കഥകൾ. ഓ, കുങ്കിലിയാരുടെ നാവ് കൊണ്ട് കഥ കേൾക്കുന്നതും ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നതും തുല്യം. രണ്ടും പുണ്യം തന്നെ. ആ, ഞാൻ പ്രസാദം കൊണ്ടുവരാം. ഏതോ സന്യാസിനിയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ക്ഷേത്രത്തിൽ കണ്ടതായി ഓർക്കുന്നില്ല. ഇല്ല, ഞാൻ ആദ്യമായിട്ടാ തൃക്കടയൂർ ക്ഷേത്രത്തിൽ വരുന്നത്. പല മഹാക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞു വരുന്ന യാത്രാവേളയില വിളിച്ചാൽ വിളി കേൾക്കുന്ന തൃക്കടയൂർ അപ്പനെ പറ്റി കേട്ടത്. ദർശനം കഴിച്ച് ഒരു നാളിവിടെ വിശ്രമിച്ചിട്ട് പോകാനാ തീരുമാനം. നിവേദ്യപൂജ എപ്പോഴാണാവോ? 10 നാഴിക പുലരും. പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും പൂജയ്ക്കുള്ള സമയാവും. എന്നാ ശരി.
വളരെ ചൈതന്യവതിയായിട്ടുള്ള സ്ത്രീയാണെന്ന് മുഖലക്ഷണം കണ്ടാൽ അറിയാം. എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഏയ്, ഭഗവാന്റെ സമക്ഷത്തിലെത്തിയപ്പോ അല്പനേരം വിശ്രമിക്കണം തോന്നി, അതാ ഇവിടെ ഇരുന്നത്. വാ. എന്താ മോളുടെ പേര്? മീനാക്ഷി. ഇവിടെ ക്ഷേത്രത്തിനടുത്ത താമസം. ആട്ടെ, അമ്മയുടെ പേരെന്താ? കാരയ്ക്കൽ അമ്മയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശിവഭക്തയാണ് ഞാൻ. അമ്മ ഉന്നതകുല ജാതയും സംസ്കാരവും പക്വതയുമുള്ള പതിവ്രതാരത്നവുമാണെന്നൊക്കെ മുഖത്തെ ചൈതന്യം വിളിച്ചോതുന്നു. ഒത്തിരി അനുഭവ സമ്പത്തും ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. അതുകൊണ്ട് ചോദിക്കുക, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഏറെ അകലെയുള്ള പ്രശസ്തിയും ധനസ്ഥിതിയുമുള്ള കാരയ്ക്കൽ തറവാട്ടിലെ അംഗമാണ് ഞാൻ. കൈലാസത്തിലെത്താനുള്ള തീർത്ഥയാത്രയില്. പ്രായമേറി ഇഹലോകവാസത്തിനുള്ള ആശയോ ആസക്തിയോ അല്പം പോലും എന്നിൽ അവശേഷിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ശിവപദം പോകണം, അതാണ് ലക്ഷ്യം. അമ്മയുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചൊക്കെ പറയാം. എന്റെ അച്ഛൻ ധനദത്തൻ, അമ്മ സുധർമണി. പേര് പോലെ തന്നെ അച്ഛൻ ധനികനും അമ്മ ധർമ്മിഷ്ഠയുമായിരുന്നു. അമ്മയുടെയും അച്ഛന്റെയും നിരന്തരമായ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഫലമായിട്ടാണ് എന്റെ ജനനം. അതുകൊണ്ട് അവരെനിക്ക് പേരിട്ടു പുനിതവതി. ബാല്യം മുതൽക്കേ ഞാൻ കടുത്ത ശിവഭക്തയായിരുന്നു. എനിക്ക് വിവാഹപ്രായമായപ്പോൾ അച്ഛനമ്മമാർ പരമദത്തൻ എന്നൊരു വൈശ്യനുമായുള്ള എന്റെ വിവാഹം നടത്തി. ഉത്തമ ദാമ്പത്യ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഒരു സന്തതി ഉണ്ടാകാത്തതിന്റെ ദുഃഖം ഞങ്ങളെ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം
തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി. പരമു, എന്താ പരമു, ഇന്ന് വ്യാപാരശാലയിൽ പണിയൊന്നുമില്ലേ? ഉണ്ട്. ഈ മാമ്പഴം ഇവിടെ തരാൻ വന്നതാ. ഇപ്പം മാമ്പഴക്കാലം അല്ലല്ലോ, പിന്നെ ഇത് എവിടുന്ന് കിട്ടി പരമു? ഇവിടുത്തെ പരമദത്തൻ തമ്പുരാൻ തന്നയച്ചതാ. വ്യാപാരത്തിന് പോകും വഴി ഇവിടെ തരാൻ പറഞ്ഞു. അദ്ദേഹം തന്നയച്ചതാണോ? അദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടി? ഒത്തിരി സ്നേഹിതന്മാരുള്ള പേരുകേട്ട വ്യാപാരിയല്ലേ തമ്പുരാൻ. സ്നേഹിതന്മാരാരെങ്കിലും സമ്മാനിച്ചതായിരിക്കും. വളരെ വിശേഷപ്പെട്ട മാമ്പഴമാ തമ്പുരാട്ടി. ഞാൻ ഇറങ്ങട്ടെ തമ്പുരാട്ടി, വ്യാപാരശാലയിൽ പിടിപ്പത് പണിയുണ്ട്. ശരി. ആ, നല്ല സുഗന്ധമുള്ള മാമ്പഴം. ഊണ് കഴിക്കാൻ വരുമ്പോ ഇത് അദ്ദേഹത്തിന് തന്നെ കൊടുത്തേക്കാം. ഇവിടെ വസിക്കുന്നത് ഒരു ശിവഭക്തയാവാനാണ് സാധ്യത. അവരോട് അർത്ഥിച്ചാൽ വിശപ്പടക്കാനുള്ള ആഹാരം കിട്ടും. അമ്മ, നമസ്കാരം. ആരാ? വഴിപോക്കനായ ഒരു ശിവയോഗിയാണ് ഞാൻ. നല്ല വിശപ്പും ദാഹവും ഉണ്ട്. ഭക്ഷിക്കാൻ എന്തെങ്കിലും തരുമാറാകണം. അതിനെന്താ, ശിവയോഗികൾക്കും സാധുക്കൾക്കും ഒക്കെ അന്നം നൽകുന്ന തറവാടാണിത്. അങ്ങ് കയറി വന്നാലും. വരൂ, അങ്ങിരുന്നാലും. ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം. ശിവയോഗിക്ക് കൊടുക്കാൻ ആഹാരമൊന്നും തയ്യാറായിട്ടില്ലല്ലോ. പുറത്ത് തയ്യാറാവുന്നതല്ലേ ഉള്ളൂ. ആഹാരം തയ്യാറാവുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നില്ലെങ്കിൽ, ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോയാൽ അതൊരിക്കലും ആതിഥേയ മര്യാദയല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിലൊരു മാമ്പഴം ആ ശിവയോഗിക്ക് കൊടുക്കാം.
ഇപ്പൊ ഇവിടെ ഭക്ഷണമായി തരാൻ ഈ മാമ്പഴമേ ഉള്ളൂ ശിവയോഗികളെ. തൽക്കാലം ഇത് കഴിച്ച് വിശപ്പടക്കിയാലും അപ്പോഴേക്കും ഞാൻ ഭക്ഷണം തയ്യാറാക്കാം. ഇത് തന്നെ ധാരാളം. വിശപ്പിന് മാമ്പഴം അത്യുത്തമമാണ്. കേമം, ബഹുകേമം. മാമ്പഴത്തിന് എന്താ സ്വാദ്! ഇത്രയും രുചികരമായ മാമ്പഴം നാം കഴിച്ചിട്ടേയില്ല. മാമ്പഴദാനം പുണ്യാൽ പുണ്യം തന്നെ.